സദാനന്ദൻ മാസ്റ്റർ ജനൻടിവിക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഒപ്പം മിഥുൻ മുരളിയുമുണ്ട്. മിഥുൻ, ഏറെ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഇന്ന്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? കൃഷ്ണരാജ്, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അഭിമാനകരമായൊരു നിമിഷത്തിൽ അർഹമായൊരു കയ്യിലേക്കൊരു സ്ഥാനമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നമ്മോടൊപ്പം സദാനന്ദൻ മാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കൂടി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. പക്ഷേ എന്താണ് സ്ഥാനമാനങ്ങൾ, പുതിയ സ്ഥാനമാനങ്ങൾ തേടിയെത്തിയിരിക്കുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നോ, എന്താണ് പറയാനുള്ളത്? ഒരു പ്രവർത്തകർക്കുള്ളൊരു അംഗീകാരം തന്നെയല്ലേ ഇത്? അതെ, ഇത് നമ്മളെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങൾ എന്നുള്ള ആ ആലങ്കാരികമായ പ്രയോഗത്തിനപ്പുറത്ത് ഒരു നിയോഗം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഞാനത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇങ്ങനെയൊരു സംഗതി വരുന്നു എന്നുള്ളൊരു സൂചന എന്ന നിലയിൽ മിനിയാന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു എന്നെ. അദ്ദേഹം വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഇങ്ങോട്ട് പറയുന്നത് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ്, ഒരു മിഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ അത് വലിയൊരു ഒരു പ്രയോഗം തന്നെയാണ്. ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, അത് സന്തോഷത്തോടെ ഏറ്റെടുക്കണം, അത് നിർവഹിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ് മോദിജിയുടെ മനസ്സിൽ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ദൗത്യം, എന്താണെന്ന് ചോദിക്കേണ്ടതുമില്ല. എന്തായാലും ഒരു ദൗത്യം ശരി എന്ന് പറയുകയാണ്. ആ നിലയ്ക്ക് ഒരു ദൗത്യം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. ഒരു പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനം സ്വാഭാവികമാണ്, സാങ്കേതികമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും ദൗത്യം എന്ന് പറയുമ്പോൾ അതിനൊരു സമർപ്പണത്തിൻ്റെ, ഒരു കർമ്മകുശലതയുടെ ഒക്കെ തലങ്ങളുണ്ട്. അപ്പോൾ ആ നിലക്ക് അത് അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. പിന്നെ ഇന്ന് രാവിലെയാണ് ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ഇതാണ് മാഷുടെ ദൗത്യം എന്നറിയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സമ്മിശ്ര വികാരങ്ങൾ ഉണ്ടാകുമല്ലോ. നമുക്ക് അങ്ങനെ ഒരു തലത്തിൽ പ്രവർത്തിച്ച് മുൻ പരിചയമില്ല. പക്ഷേ പാർട്ടി വേദിയിലും സംഘടനാ രംഗത്തും ധാരാളമായി പ്രവർത്തിച്ച് 4 ദശാബ്ദക്കാലത്തെ പ്രവർത്തന അനുഭവങ്ങളുണ്ട്. നാടെന്താണ്, നാട്ടുകാരെന്താണ്, അവരുടെ വികാരം എന്താണ് എന്നതിനെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. അതാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അങ്ങനെയാണല്ലോ. മാത്രവുമല്ല, സംഘടന നമുക്ക് തരുന്ന ഉപദേശം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ലക്ഷ്യബോധം എന്ന് പറയുന്നത് സേവാഹി സംഘടൻ എന്നതാണ്. സേവനമാണ് സംഘടനാ പ്രവർത്തനം. അപ്പോൾ ആ നിലയ്ക്ക് സേവനമാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സേവനം എന്ന ഒരൊറ്റ വാക്കിൽ അനാവരണം ചെയ്യപ്പെടുന്ന, ആവിഷ്കരിക്കപ്പെടുന്ന അനേകം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനുള്ള മനസ്സ് നേരത്തെ ഉണ്ട്. ഏത് ദൗത്യമായാലും അങ്ങനെയാണ് ശീലം. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ രാജ്യസഭ അംഗം എന്നുള്ള നിലയിൽ ആദരണീയായ രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. പക്ഷേ നേരത്തെ തന്നെ നമുക്കൊരു മാഷിപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങുകയാണെങ്കിൽ സംഘടന ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും അത് കൃത്യമായി നിർവഹിച്ചു. മുന്നേയും ഈ ശാരീരിക പ്രയാസങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് കൂത്തുപറമ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ നിൽക്കുന്നത്. അന്ന് മാഷ് നമ്മോട് പങ്കുവയ്ക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇത്രത്തോളം ഈ വലിയ മണ്ഡലമാണ്, ഈ ശാരീരികാവസ്ഥ കൊണ്ട് എങ്ങനെയാണ് ഓടിയെത്തുക എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു മാഷ് നിന്ന സമയത്താണ് വലിയ വോട്ട് വർധന അവിടെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു കോൺഫിഡൻസോട് കൂടി തന്നെയല്ലേ ഇപ്പോഴും ഈ ഒരു സംഘത്തിൽ ഇറങ്ങുന്നത്? 100%. അതിലൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ എവിടേക്ക് ചെന്നാലും എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും അനുഗമിക്കാനും കൂടെ നിൽക്കാനും ഒരുപക്ഷെ മുന്നിൽ നടക്കാനും കൈപിടിക്കാനും ഒക്കെ ധാരാളം പേര്, നിസ്വാർത്ഥരായ ഒരുപാട് പേരുണ്ട് പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കാണ്. ആ ഒരു സാഹോദര്യ ഭാവനയോടെ നമ്മളെക്കുറിച്ച് അറിയുന്ന ആളുകൾ, നമ്മുടെ പരിമിതികൾ എന്തെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, അതനുസരിച്ച് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കിത്തരാൻ തയ്യാറായി വരുന്ന, അതൊക്കെ ഒരു ആദർശബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി മാഹാത്മ്യം എന്നതിനപ്പുറത്ത് ഒരാദർശം അവരെ നയിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് തന്നെയാണ് ഇപ്പോഴും കരുത്ത്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് പരിമിതികളുണ്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മലനിരകളിൽ കയറണം, അല്ലെങ്കിൽ തീവണ്ടിയിൽ കയറണം, യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ നമുക്കതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് വേണമെന്ന് കൈ നീട്ടുമ്പോൾ അത് താങ്ങാൻ ആളുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹത്വമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഏത് ദൗത്യവും നിർവഹിക്കാനുള്ള ആത്മവിശ്വാസം വരുന്നത് അതിലൂടെയാണ്. ഇന്നത് ചെയ്യണം, ഇന്നതാണ് മാഷ് ചെയ്യേണ്ടത് എന്നൊരാൾ പറയുമ്പോൾ
എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ആശങ്കപ്പെടുന്നതിനപ്പുറത്ത് എനിക്കത് കഴിയും, അതിനുള്ള സാഹചര്യം പരിസരം ഉണ്ട് എന്നുള്ളതാണ് അനുഭവം. പക്ഷേ ഇതിൽ മാഷിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമുണ്ടല്ലോ, അതായത് ഒരു ഇടതുപക്ഷ ഫാമിലിയിൽ ജനിച്ചു വളരുന്നു. ആദ്യമൊക്കെ SFIയുടെ പ്രവർത്തകനായിരുന്നു. പിന്നീട് ഒരു നമ്മുടെ ചിന്താശേഷിയുടെ ഒരു വ്യതിചലനമുണ്ടല്ലോ, അത് ഈ നമ്മുടെ സംഘപാതയിലേക്കുള്ളൊരു വ്യതിചലനം. ആ സമയം തൊട്ട് എനിക്ക് തോന്നുന്നു CPMൻ്റെ ഒക്കെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാഷ് മാറുന്നൊരു ഘട്ടമുണ്ട്. പിന്നീട് ഈ 94-ൽ ഈ ഒരു അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരെ എങ്ങനെയാണ് ആ വ്യതിചലനത്തിൻ്റെ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു മാഷേ? അതെ, ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒരു CPM സ്വാധീന കേന്ദ്രം എന്നുള്ളതിൻ്റെ അവരുടെ ഒരു പ്രഭാവവും അതിൻ്റേതായ ഒരു പരിസരങ്ങളും അതിൻ്റേതായ ഒരു അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പാർട്ടി ഓഫീസ്, പാർട്ടി പ്രവർത്തകന്മാർ സമ്മേളനങ്ങളിൽ പോകുക, മുദ്രാവാക്യം വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു തികഞ്ഞ ഒരു മാർക്സിസ്റ്റ് സ്വാധീന പ്രദേശത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള പ്രദേശം തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനായാലും മൂത്ത സഹോദരനായാലും ആദ്യകാലത്തൊക്കെ അവരോടൊപ്പം സഞ്ചരിച്ച ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ആ പാതയിൽ തന്നെ, ശരിക്കും പറഞ്ഞാൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, UP ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, അന്ന് ഞങ്ങളുടെ UP സ്കൂളിൽ ഒരു അപ്പുമാഷുണ്ട്. അദ്ദേഹം ഈ ഇടത് അധ്യാപക യൂണിയൻ്റെ സംസ്ഥാന നേതാവായിരുന്നു. നല്ല പ്രാസംഗികനാണ്, നല്ല പൊതുപ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഒരു തരത്തിൽ ആദ്യകാലത്തൊക്കെ റോൾ മോഡൽ പോലെ കണ്ടിരുന്ന ഒരാൾ അപ്പുമാഷാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങിയൊരു രാഷ്ട്രീയ താല്പര്യം, അദ്ദേഹം ക്ലാസ്സിലൊക്കെ ആ നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മെല്ലെ മെല്ലെ വീട്ടിലൊക്കെയുള്ള അന്തരീക്ഷത്തിന് സ്വാഭാവികമായിട്ടും ഈ ഇടതുപക്ഷ ആശയത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അത് പ്രീ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നത് വരെ അത് സജീവമായിട്ടുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ SFIയുടെ സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഹൈസ്കൂളിലും ആയാലും പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ ആയാലും. പിന്നെ ഡിഗ്രി പഠിക്കുമ്പോഴാണ്, ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴാണ് ഈ പറയുന്ന കാഴ്ചപ്പാടിൽ, ആശയത്തിൽ മാറ്റം വരുന്നത്. അതിന് ചില നിമിത്തങ്ങളുമുണ്ട്. അതിലൊന്ന്, പിന്നെ ഞാൻ ആ ഇടയ്ക്ക് മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ്റെ ഭാഗമായി ഒരു സിമ്പോസിയം, ആ സിമ്പോസിയത്തിൽ വിദ്യാർത്ഥി സംഘടനകളും ജനാധിപത്യവും അങ്ങനെ എന്തോ ആയിരുന്നു ഒരു വിഷയം, ഞാൻ കറക്റ്റ് വിഷയം ഓർക്കുന്നില്ല. ആ വിഷയം കൈകാര്യം ചെയ്യാൻ ABVPയുടെ പക്ഷത്ത് നിന്ന് ക്ഷണിക്കപ്പെട്ട് പങ്കെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട മുരളിയേട്ടനാണ്, മുൻ കേന്ദ്രമന്ത്രി മുരളിയേട്ടനാണ്. അന്ന് അദ്ദേഹം ABVPയുടെ പൂർണ്ണസമയ പ്രവർത്തകനാണ്, സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പോൾ നമ്മളൊരു മുൻവിധിയോടെ ഇപ്പോൾ സംഘ പ്രവർത്തകരോടും BJP പ്രവർത്തകരോടൊക്കെ മറ്റ് നമ്മുടെ പ്രതിയോഗികൾ പുലർത്തുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു തരം അവർ സുപ്പീരിയോറിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു 2ാം കിടക്കാർ, ആ ഒരു മുൻവിധിയോടെ മുരളിയേട്ടൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പല പ്രയോഗങ്ങളും നേരത്തെ കേട്ട് പരിചയമില്ലാത്തതായിരുന്നു. ദേശീയത, രാഷ്ട്രം, രാഷ്ട്രഭക്തി, ദേശഭക്തി, നിസ്വാർത്ഥത, സമർപ്പണം, ഈ വാക്കുകളൊന്നും ഈ പറയുന്ന SFIയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ കേട്ടിരുന്നില്ല, സാധാരണ നിലയ്ക്ക് കേട്ടിരുന്നില്ല. അപ്പം അത് സത്യത്തിൽ അന്ന് തന്നെ ഒരു ചെറിയൊരു കോറൽ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ഇവിടെ ഒരു വായനശാലയുണ്ട്. വായനശാലയിൽ സ്ഥിരം പോവും, വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ വായനശാലയിൽ മറ്റൊരു നിമിത്തമായി മാറിയത് അന്തരിച്ച മഹാനായ കവി അക്കിത്തത്തിൻ്റെ ഒരു നല്ല ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അന്ന് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന ആ സമയത്താണ്. അത് ഭാരതീയ സാംസ്കൃതിക പാരമ്പര്യം അങ്ങനെ എന്തോണ് അതിൻ്റെ ഹെഡിങ്. അത് അക്ഷരാർത്ഥത്തിൽ മനസ്സിനെ പിടിച്ചുലക്കുന്നതായിരുന്നു. ഭാരതം, ഭാരതീയ സംസ്കൃതി, ഭാരതീയ ചരിത്രം, ഭാരതത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം, ഈ നിലയ്ക്ക് ചിട്ടപ്പെടുത്തിയ അതിമനോഹരമായ ലേഖനമായിരുന്നു അക്കിത്തത്തിൻ്റെ. അത് ശരിക്കും സ്വാധീനിച്ചു. പിന്നെ എനിക്കിവിടെ എൻ്റെ കളിക്കൂട്ടുകാരനൊക്കെ ആയിട്ട് വളർന്ന് ഇപ്പോൾ ബോംബെയിൽ ജീവിക്കുന്നൊരു ഗോകുൽദാസ് ഉണ്ട്. അദ്ദേഹം എനിക്കൊരു കൊച്ചു പുസ്തകം, പരമേശ്വർജി എഴുതിയ ഇന്ത്യൻ കമ്മ്യൂണിസവും ഹിന്ദു ധർമ്മവും, ഒരു 10-60 പേജുള്ള ഒരു ചെറിയ പുസ്തകം, അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ആശയ വ്യതിയാനത്തിന് അടിത്തറ പാകിയതിൽ ഒന്നതാണ്. അപ്പോൾ അതിൽ മനോഹരമായിട്ട് എന്താണ് കമ്മ്യൂണിസം, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, ഭാരതീയ സംസ്കൃതി എന്താണ്, അതിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. ഇപ്പം അത് നമുക്കധികം കാണാനില്ല ആ പുസ്തകം. അതിൻ്റെ ഒരു വികസിത പതിപ്പാണ് മാർക്സിൽ നിന്ന് മാനവികതയിലേക്ക് എന്നൊരു പുസ്തകം പരമേശ്വർജി പിന്നീട് റഷ്യ തകർന്ന സമയത്തൊക്കെ, അത് ഇതിൻ്റെ ഒരു വികസിത രൂപമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ പുസ്തകത്തിലെ ആശയങ്ങൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും സംഘ കാര്യകർത്താക്കളുടെ സാമീപ്യം, അവരുടെ സമ്പർക്കം, അവരിലൂടെ നേടുന്ന അറിവുകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ സംഘമാണ് ശരി
ഇതാണ് ശരിയായ മാർഗം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നൊരു ലൈൻ നമ്മൾ എടുക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് സംഘത്തിലേക്കുള്ള ചുവടുവെപ്പ്. പിന്നീട് ഈ പ്രദേശത്തെ ശാഖയുടെ മുഖ്യ ശിക്ഷകൻ, മണ്ഡലത്തിൻ്റെ ചുമതല, താലൂക്കിൻ്റെ, അങ്ങനെ വിവിധ ചുമതലകളിലേക്ക് ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. പിന്നെയാണ് അവസാനം അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ദൗത്യം വെച്ചാൽ റിട്ടയർമെൻറ്റിന് ശേഷം സംഘം തന്നെ നിയോഗിച്ചതനുസരിച്ച് അല്ലെങ്കിൽ തീരുമാനിച്ചതനുസരിച്ച് BJPയിലാണ് ഇനി പ്രവർത്തിക്കേണ്ടത് എന്ന് ഒരു നിശ്ചയം. അങ്ങനെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരികയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കേണ്ടതുണ്ട്. അതായത് സാധാരണഗതിയിലൊരു രാഷ്ട്രീയ പ്രതിയോഗികളുടെ അക്രമം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ശാരീരികമായി തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിനൊപ്പം പല ആളുകളും മാനസികമായി പോലും ശാരീരികത്തിനൊപ്പം മാനസികമായി തകർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മാഷ് അതിനെ വളരെ ഈസി ആയിട്ട് അതിനെ തരണം ചെയ്ത് വന്നതായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഈ ഒരു സംഭവത്തെ മറികടന്ന് ഇങ്ങനെ സജീവമാകാൻ കഴിഞ്ഞത്? എങ്ങനെയായിരുന്നു? ആ ഒരു 94 എന്ന് പറയുമ്പോൾ വളരെ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എങ്ങനെ 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എങ്ങനെ തോന്നുന്നു മാഷേ? അതെ, എനിക്ക് 30 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ നേരെയുള്ള ആക്രമണം നടന്നത്. ഞാൻ ചാനലുകാരൊക്കെ വന്ന സമയത്ത് അത്തരം സംഭവങ്ങൾ നമ്മൾ വീണ്ടും ചികഞ്ഞെടുത്ത് ചർച്ച ചെയ്യേണ്ടതില്ല. നമുക്കിപ്പോൾ കണ്ണൂരിൽ അന്തരീക്ഷം ശാന്തമാണ്, അപ്പോൾ സമാധാനപൂർണ്ണമായൊരു ജീവിതം സാധ്യമാകുന്നു. അത്തരമൊരു ഘട്ടത്തിൽ പഴയ സംഭവങ്ങളൊക്കെ ചികഞ്ഞെടുത്ത് നമ്മൾ വീണ്ടും അത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സുകളിൽ വീണ്ടും അസ്വസ്ഥത പടർത്തുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന ചോദ്യം പ്രസക്തവുമാണ്. പ്രവർത്തനത്തിനിടയിൽ വരുന്ന പ്രയാസങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് കണ്ണൂരിൽ അധികം പേരുണ്ടാവില്ല. പ്രവർത്തനത്തിനിടയിൽ ഒന്നുകിൽ ഒരു കേസ്, അല്ലെങ്കിൽ ഒരു ആക്രമണം, അല്ലെങ്കിൽ നിരവധി കേസുകൾ, നിരവധി തവണ ആക്രമിക്കപ്പെടുന്ന രീതി, പിന്നെ ബലിദാനികൾ, അനേകം ആളുകൾ, അവരുടെ ആശ്രിതരായ കുടുംബാംഗങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ. ഞാൻ ഇവരുടെയൊക്കെ വീടുകളിൽ പോയിട്ടുള്ള ആളാണ്. ബലിദാനികളുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്, പരിക്ക് പറ്റിയവരെ കാണാൻ പോകാറുണ്ട്. പല കേസുകളിലും പെട്ട് ജയിലിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട്, അവരെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നേരത്തെയും ഉണ്ട്. ഇങ്ങനെ ആവുന്നതിന് മുമ്പേ ഈ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമാണ് എന്നുള്ള നിലയ്ക്ക് മനസ്സനുസരിച്ച് പരുവപ്പെട്ടിട്ടുണ്ടാകണം. അത് നമ്മുടെ ഒരു പ്രകൃതിയുടെ ഒരു നിമിത്തം എന്നതുപോലെ നമ്മുടെ മനസ്സനുസരിച്ച് പരുവപ്പെട്ട് കാണണം. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നു. അന്ന് എന്നെ പുറകിൽ നിന്ന് പിടിച്ച് നിലത്ത് കിടത്തി ഈ രീതിയിൽ ഉള്ള സംഗതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു മറിഞ്ഞ് എണീക്കാനായിട്ട് പരിശ്രമിച്ച്, അപ്പോൾ പിന്നെ കറണ്ടൊന്നുമില്ല, അപ്പോൾ കറണ്ടൊക്കെ പോയി, അങ്ങനെയാണ്, ഇരുട്ടാണ്. എങ്കിലും വാഹനങ്ങൾ റോഡിലൂടെ പോകുന്ന ആ സമയത്ത് ഞാൻ മെല്ലെ ഒന്ന് തിരിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പറ്റാതെ വന്നു. പിന്നെയാണ് ഞാനിത് കാണുന്നത്. മുട്ടിന് കീഴേ 2 കാലുകളുമില്ല. ഒരു നിമിഷം ശരിയാണ്, ഞെട്ടിത്തെരിച്ചു പോയി എന്ന് തന്നെ പറയാം. പക്ഷെ പിന്നീട് അടുത്ത നിമിഷം തന്നെ എന്തോ ഒരു പ്രത്യേകമായൊരു ശക്തി നമ്മളിലേക്ക് സന്നിവേശിക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണ് എന്ന നിലയ്ക്ക് പിന്നെ ഞാൻ ആ ഇരിപ്പ് അതേപോലെ ഇരുന്നു. പിന്നെ പോലീസ് വന്നു, ഒക്കെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പിന്നെ മെല്ലെ ബോധം നഷ്ടപ്പെടുക. 2 കാലും മുറിച്ച് മാറ്റിയത് രക്തം ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, ഇപ്പോൾ അന്ന് MT രമേശ് ജി ഇവിടെ കണ്ണൂരിൽ യുവമോർച്ചയുടെ ഫുൾ ടൈമറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തലശ്ശേരിയിൽ വെച്ച് എന്നോടൊപ്പം ആംബുലൻസിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ പറയാറുണ്ട്, ആശുപത്രിയിൽ എത്തുന്നത് വരെ ഗണഗീതങ്ങൾ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു മാഷ്. ഒരുപക്ഷെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഗണഗീതം എന്ന് കേൾക്കുമ്പോൾ വിവാദമാണ് മനസ്സിൽ വരിക. അമ്പലത്തിൽ പാടി, അവിടെ പാടി. അപ്പോൾ ഗണഗീതം എന്ന് പറയുന്നത് അതൊരു ജീവമന്ത്രമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിച്ച ആദർശത്തിൻ്റെ കാവ്യാത്മകമായ ആവിഷ്കാരമാണത്. അത് നിരന്തരമായി പാടുക എന്നൊരു ശീലമുണ്ടായിരുന്നു നേരത്തെ തന്നെ. നമുക്കെന്തെങ്കിലും മനസ്സംഘർഷം വരുമ്പോഴോ ആദർശപരമായ പ്രതിസന്ധി എന്നനുഭവപ്പെടുന്ന സമയത്തോ നമ്മൾ ചില ഗീതങ്ങൾ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത്, ഒരാദർശ ദീപം കൊളുത്തു അതിനായ ഹോരാത്രമേകൂ സ്വജീവൻ്റെ രക്തം എന്നൊക്കെ പാടുന്ന സമയത്ത് നമ്മൾ സ്വീകരിച്ച മഹത്തായ ആശയം, അതിനുവേണ്ടി ജീവൻ തന്നെ വെടിയാനുള്ള സന്നദ്ധത, ഇതൊക്കെ മനസ്സിൽ രൂപപ്പെടും. അങ്ങനെ അനേകം ഗീതങ്ങൾ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. മുന്നിലോ നീ ഉണ്ടെന്നാകിൽ എന്തെനിക്ക് സാധ്യം, സംഘസ്ഥാപകനായ പരംപൂജനീയ ഡോക്ടർ ജിയുടെ ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഏകനിഷ്ഠ സേവകനായി ഞാൻ ഇതാ വരുന്നു, മുന്നിൽ നീ ഉണ്ടെങ്കിൽ എനിക്കെന്താണ് അസാധ്യം. ഇത്തരം ഗീതങ്ങൾ കേവലം അക്ഷരങ്ങളും വരികളുമല്ല, ഉജ്ജ്വലമായ ആശയങ്ങളുടെ ആവിഷ്കാരങ്ങളാണ്.
അത് മനസ്സിനെ സ്വാധീനിക്കും, മസ്തിഷ്കത്തെ സ്വാധീനിക്കും, നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ അത് സ്വാധീനം ചെലുത്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് എനിക്ക് അടുത്ത നിമിഷം തന്നെ എന്തെന്നില്ലാത്ത ഒരു 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 വിശ്വാസം രൂപപ്പെട്ടിരുന്നു എന്നാണ്. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ പലരോടും അത് അനുഭവം ചോദിക്കുമ്പോൾ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെ പറയാറില്ലെങ്കിലും മരണത്തെ മുഖാമുഖം കാണുക എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത അനുഭവമാണ്. അത് അനുഭവിച്ച ആളാണ് ഞാൻ. അത് സത്യത്തിൽ അത് പേടിപ്പെടുത്തുന്ന അനുഭവമല്ല, പക്ഷേ നമ്മൾക്ക് മനസ്സിൽ അത് ഇപ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ ആംബുലൻസിൻ്റെ സൈറൺ കേൾക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ ഒരു പ്രകമ്പനം ഉണ്ടാകാറുണ്ട്. ആംബുലൻസിൻ്റെ സൈറൺ കേൾക്കുമ്പോൾ ഒരു പ്രകമ്പനം ഉണ്ടാകാറുണ്ട് ഇപ്പോഴും എനിക്ക്. അപ്പോൾ അത് അങ്ങനെയാണ് അത്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെയൊരു സാഹചര്യത്തിൽ മനസ്സ് നേരത്തെ തന്നെ ദൈവാനുഗ്രഹമെന്നോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ കരുത്തെന്നോ സംഘം കാര്യകർത്താക്കൾ തന്ന മനക്കരുത്തെന്നോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം. എന്തായാലും അങ്ങനെയൊരു ഒരു കരുത്ത് മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഈ സംഗതിയുമായിട്ട് പൊരുത്തപ്പെടുന്നു, സ്വാഭാവികമാണ്, കാലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാരൊക്കെ അവർ പറയും, നല്ല ഡോക്ടർമാർക്ക് വലിയ പങ്കുണ്ട്. അവർ വന്ന് പിന്നെ മാഷ് പേടിക്കേണ്ട കേട്ടോ, കൃത്രിമക്കാലൊക്കെ വെച്ച് സാധാരണ പോലെ നടക്കാം എന്നൊക്കെ പറയും. സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ മന്യഹരിയേട്ടനെ പോലെയുള്ള, പരമേശ്വർജി പോലെയുള്ള, സേതുവേട്ടനെ പോലെയുള്ള, മാരാർജിയെ പോലുള്ള ആളുകൾ. മാരാർജി ഒരു തവണ എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് മാരാർജി പറഞ്ഞൊരു വാക്ക്, സഹസ്രപാദനായിൽ അല്ലേ മാഷ്, എന്തിനാണ് സ്വന്തമായിട്ട് കാലുകൾ, 1000 കാലുകൾ മാഷയ്ക്ക് വേണ്ടി ചലിക്കില്ലേ, സഹസ്രപാദനല്ലേ സഹസ്രപാദൻ എന്ന് ചോദിക്കുകയാണ് മാരാർജി. അപ്പോൾ ആ വാക്കുകളൊക്കെ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കരുത്തുണ്ടല്ലോ, ആ കരുത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതാണ്. അപ്പം അതുകൊണ്ട് ഏത് പ്രതിസന്ധിയായാലും എങ്ങനെയായാലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു കുറവുമില്ല, നമുക്കൊന്നും ഒരു പരിമിതികളില്ല എന്ന് തന്നെയാണ്. അത് മറ്റുള്ളവരും ഇപ്പം എൻ്റെ നേരെ സഹതാപത്തോടെ ഒരാൾ എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു സാധാരണ പോലെ ഒന്നും സംഭവിക്കാത്ത പോലെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അയ്യോ മാഷക്ക് പറ്റിയല്ലോ എന്ന് പറയുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് മാഷേ എന്തൊക്കെയാണ്, ഉഷാറല്ലേ എന്നൊക്കെ, ആ രീതിയിൽ നമ്മളതിനെ കാണുമ്പോൾ മറ്റൊന്നും നമുക്ക് തടസ്സമാവില്ല. ഈ രാജ്യസഭാ എം പി ആയിട്ട് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ചില വിമർശനങ്ങളുമായി പ്രതിപക്ഷത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ആ വിമർശനങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിനെന്തെങ്കിലും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല. എൻ്റെ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അല്ല, അത് സ്വാഭാവികമായിട്ടും ഭാരതീയ ജനത ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള വില കുറഞ്ഞ ഒരു മനോഭാവത്തിൻ്റെ പ്രതിഫലനം എന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അത് പരിഗണിക്കുന്നേ ഇല്ല. ഈ ഇനി മുന്നോട്ടുള്ള ഒരുപാട് ദൗത്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു മനസ്സിലെന്തെങ്കിലും രൂപം കൊടുത്തിട്ടുണ്ടോ? ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചിന്തകളുണ്ടോ മാഷ്? ഇല്ല, ഇതിനിപ്പം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് ചിട്ടപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ യോഗങ്ങളിലാവട്ടെ, പഠന ശിബിരങ്ങളിലാവട്ടെ ഒക്കെ പ്രവർത്തകർക്ക്, കാര്യകർത്താക്കൾക്ക് കിട്ടുന്ന സന്ദേശം സേവാ ഹി സംഘടൻ എന്നതാണ്. സേവനമാണ് സംഘടനാ പ്രവർത്തനം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ആശയ അടിത്തറ പകർന്നു തരുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖകളിലൂടെ കിട്ടുന്നൊരു കാഴ്ചപ്പാടുണ്ട്. സമാജത്തെ ഒരുപോലെ കാണുക, സമാജ സേവനമാണ് ജീവിത ലക്ഷ്യം എന്നുള്ള രീതി, 1 ലൈഫ് 1 മിഷൻ എന്ന ഒരു ഉദ്ബോധനം, ഒരു ജീവിതത്തിന് ഒരു ദൗത്യമുണ്ട് എന്നുള്ള ഉദ്ബോധനം, അത് സാധ്യമാകുന്ന തരത്തിലുള്ള ആശയ ദൃഢത, ഇതൊക്കെ സംഘത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്നുണ്ട്. അതിൻ്റെ വികസിത രൂപം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ BJPയിലൂടെ പകർന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളും നമ്മളെ സംബന്ധിച്ച് പുതിയതേയല്ല. അപ്പോൾ ആ ഒരു നിലപാടിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇനി രാജ്യസഭയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പാർട്ടി നിശ്ചയിക്കുന്നു. അപ്പോൾ രാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോഴും അടിസ്ഥാനം ഇതാണ്, സേവനം എന്നതാണ്, സമാജ സേവനം. അപ്പോൾ രാജ്യസഭ അംഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ നയരൂപീകരണത്തിൻ്റെ നിയമനിർമ്മാണ ഉപരിസഭയാണ്. അപ്പോൾ അതിൻ്റെതായ ഗൗരവമുണ്ട്. അപ്പോൾ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എന്താണോ ആവശ്യം അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അവസാനം ഒരു ചോദ്യം കൂടി, അതായത് ഇനി താങ്കൾ നടക്കാൻ പാടില്ല, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ CPM ഈ ഒരു ആക്രമണം നടത്തിയത്. എന്നാൽ 30 വർഷങ്ങൾക്കിപ്പുറം നിയമനിർമ്മാണ സഭയുടെ പടി ചവിട്ടിക്കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണോ CPMകാർ ആഗ്രഹിച്ചത് അതിനെയൊക്കെ തച്ചുടച്ച് അതിന് 10 മടങ്ങ് ഊർജ്ജത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ നിയമനിർമ്മാണ സഭയുടെ ഉപരി സഭയിലേക്ക് മാഷ് നടന്നു കയറാൻ വേണ്ടി പോകുന്നത്. ഈ ഇത്തരം തന്നെ തകർക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് തളർത്താൻ ശ്രമിച്ച ആളുകളോടൊരു മറുപടി എന്താ മാഷ് പറയാനായിരിക്കും?
തീർച്ചയായിട്ടും അവരുടെ കൂടി സഹകരണത്തോടു കൂടി ഇനിയുള്ള കാലം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇപ്പോൾ പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള CMPയുടെ നേതാവ് CP ജോൺ എന്നെ അല്പനേരം മുമ്പ് വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന് അതിരില്ല എന്നാണ്. അപ്പോൾ അതാണ് രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗി അത് വേറെ സംഗതി, വ്യത്യസ്ത രാഷ്ട്രീയമാണ്, വ്യത്യസ്ത ആശയങ്ങളാണ്. അപ്പോൾ ആ ആശയങ്ങൾ മുന്നിൽ വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരും കൂടി അതാണല്ലോ നമ്മളെ സംബന്ധിച്ച് സർവാശ്ലേഷിയാണ് നമ്മുടെ ഒരാശയം. ആരെയും കൂടെ ചേർക്കുക. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളവർ നാളെ നമ്മോടൊപ്പം വരേണ്ടവർ എന്നതാണ്. അപ്പോൾ ഇന്ന് വിമർശിക്കുന്നവരും നാളെ അനുഭവങ്ങൾ ധാരാളമുണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഞാൻ തന്നെയാണ് അതിന് ഉദാഹരണം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് വിമർശിക്കുന്നവരും തളർത്താൻ ആഗ്രഹിച്ചവരും തകർക്കാൻ ആഗ്രഹിച്ചവരും അവരെ കൂടി ചേർത്തുകൊണ്ട് നാടിൻ്റെ പൊതുവായ കാര്യങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണം എന്നതാണ് ചിന്ത. ഏറ്റെടുത്ത വന്നു ചേർന്ന ഈ ഒരു ചുമതല അതിഗംഭീരമായി നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മാഷെ. ഏതായാലും ഈ ഒരു നിമിഷം മാഷയുടെ ഒരു സന്തോഷമാണ് നമ്മോട് പങ്കുവച്ചത്. ഏതായാലും അദ്ദേഹം തൊട്ട മേഖലയിലെല്ലാം വിജയക്കൊടി നാട്ടിയ ഒരാളാണ്. അതായത് ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചോ ആ മേഖലയിലൊക്കെ തൻ്റേതായ ഒരിടം സദാനന്ദ മാഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് ഈ രാജ്യസഭാ MP എന്ന നിലയിലും സ്വന്തമാക്കുന്നതിന് പ്രതീക്ഷിക്കുന്നു കൃഷ്ണരാജ്.